എം.എം.മണി തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു. ലീഗിലേക്ക് പോകുമ്പോൾ ലീഗ് മന്ത്രിമാരിൽ ഒരാളാകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന കെ.എം. ഷാജി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. മന്ത്രിസ്ഥാനം ലഭിച്ചാൽ സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്ന് കെ.എം. ഷാജി. പിണറായി വിജയനെതിരെ താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ചു. സർക്കാർ വിരുദ്ധതയും പിണറായി വിരുദ്ധതയുമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. UDF-ന് കിട്ടിയത് UDF-ന്റെ മാത്രം വോട്ടല്ല, പ്രതിഷേധ സൂചകമായ വോട്ടുകൾ കൂടിയാണ്. അതിനനുസരിച്ച് UDF-ന് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ UDF-നും തിരിച്ചടിയുണ്ടാകും. താൻ നേരത്തെ എടുത്ത നിലപാടുകൾ വേങ്ങരയിൽ തനിക്ക് പ്രതികൂലമായി ബാധിച്ചുവെന്നും കെ.എം. ഷാജി മീഡിയ വണ്ണിനോട് പറഞ്ഞു. കെ.എം. ഷാജി ഇപ്പോൾ മീഡിയ വണ്ണപ്പം ചിരിക്കുകയാണ്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞിരിക്കുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. എന്താണ് ദിവസത്തിൽ പറയാനുള്ളത്? അല്ല, കേരളത്തിലെ വലിയ ഭൂരിപക്ഷം ഒന്നും പറഞ്ഞൂടെ. ഇപ്പം 35 വലിയ ഭൂരിപക്ഷമല്ല. അമ്മാതിരി ഭൂരിപക്ഷമാണ് ഓരോ സ്ഥാനാർത്ഥികൾക്കും കേരളത്തിൽ കിട്ടിയിരിക്കുന്നത്. ലീഗിൻ്റെ തന്നെ സ്ഥാനാർത്ഥികൾക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിൽ തുടങ്ങിയിട്ട് ഭയങ്കര ഞെട്ടിക്കുന്ന ഭൂരിപക്ഷം പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതൊക്കെ എന്താ പറയുക, സർക്കാർ വിരുദ്ധമായിട്ടുള്ള 10 വർഷക്കാലത്ത് സാധാരണ 5 വർഷം കൂടുമ്പോൾ ജനങ്ങൾ കൊടുക്കുന്ന ഒരു ചെറിയ പണിഷ്മെൻ്റ് ഉണ്ട്, സ്വാഭാവികമായിട്ട് ഭരണം മാറാന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ ഒരു പാനിക് സിറ്റുവേഷനിൽ അത് നടന്നില്ല. അതിൻ്റെ ഒരു ഡബിൾ എഫക്റ്റാണ് 10 കൊല്ലം കൊണ്ട് ഭരണകൂടം ഏറ്റുവാങ്ങിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. സർക്കാർ വിരുദ്ധത, അതോടൊപ്പം തന്നെ താങ്കൾ പിണറായിക്കെതിരെയൊക്കെ വലിയ രീതിയിൽ പ്രസംഗിക്കുന്ന ഒരാൾ കൂടിയാണ്. സർക്കാർ വിരുദ്ധതക്കൊപ്പം ഒരു പിണറായി വിരുദ്ധത കൂടി ഉണ്ടായിട്ടുണ്ട്. അല്ല, സർക്കാർ വിരുദ്ധത എന്നതിൻ്റെ സമം പിണറായി വിരുദ്ധതയാണ്. എന്തുകൊണ്ടെന്നാൽ സർക്കാർ പിണറായി ആയിരുന്നു. സാധാരണ ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ടാവും. പാർട്ടിയുടെ സെക്രട്ടറിക്ക് പോലും റോളില്ല, മന്ത്രിമാർക്ക് റോളില്ല. അപ്പോൾ ജനങ്ങൾ നിസ്സാരമായി കാണുക. അതിനിപ്പം അധികാരം കിട്ടിയ UDF-ന്റെ പോലും പാടാണ്. കാരണം ഈ വോട്ടുകളൊന്നും UDF-ന്റെ വോട്ടല്ല. ഈ വോട്ടുകൾ UDF-ന് അവകാശപ്പെട്ട വോട്ടുകളുമല്ല. ഇത് ഒരു റിസർവ് ചെയ്ത ജനാധിപത്യത്തിൻ്റെ വോട്ടാണ്. അവർ UDF-ൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിട്ടും ചെയ്യുന്ന വോട്ടല്ല, പ്രതിഷേധത്തിൻ്റെ വോട്ട് കൂടിയാണ്. അതിനനുസരിച്ച് ഉയരാൻ UDF തയ്യാറായിട്ടില്ലെങ്കിൽ UDF-നും ഈ തിരിച്ചടി ഉണ്ടാവും, ഒരു സംശയം വേണ്ട. CPM-ൽ അടക്കം UDF-ന് വോട്ട് കിട്ടിയെന്നുള്ളത്, CPM-ൽ അടക്കം വോട്ട് ചെയ്ത് എന്ന് വെച്ചാൽ ഈ CPM-ന് വന്ന് സംഭവിച്ചിട്ടുള്ള ഈ ഒരു ക്ഷീണം ഇടതുപക്ഷം തീരുകയാണെന്നൊന്നും വിചാരിക്കേണ്ട. CPM തീരുകയാണ്, പക്ഷേ ഒരു പ്യൂർ ലെഫ്റ്റ്, പ്യൂർ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ വരുന്ന ഒരു ജനാധിപത്യത്തിലെ ഒരു നല്ല പ്രതിപക്ഷം രൂപപ്പെട്ടു വരും കേരളത്തിൽ. ഒരു സംശയക്കാരത്തിൽ വിചാരിക്കേണ്ട. അങ്ങനെയാണ് വരാൻ പോകുന്നത്. കൃത്യമായി ഇടതുപക്ഷത്തിലെ സമീപനമുള്ള ആളുകളുടെ വോട്ട് തന്നെയാണ് കോൺഗ്രസിനും ലീഗിനും ഒക്കെ കിട്ടിയിട്ടുള്ളത്. അത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും റിസർവ്ഡ് വോട്ടുകളല്ല. അപ്പോൾ അത് ആ ഉത്തരവാദിത്വം കൂടെ ഉള്ളത് ഇനി UDF-നാണ്. ഞാൻ ഒരിക്കലും ഈ ചില സൈലന്റ് എലമെന്റുകളും പലയിടത്തും ഉണ്ടായിട്ടുള്ള കൺസൾട്ടേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഞാനെടുത്തുള്ള ചില സമീപനങ്ങളോടുള്ള ചില വിരുദ്ധമായ അഭിപ്രായങ്ങൾ എല്ലാവരും ആകാവുന്ന പണിയൊക്കെ ഒരുപാട് ഘടകങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ അതിനൊക്കെ മറികടക്കാൻ പറ്റിയെന്നുള്ള വലിയ സന്തോഷമുണ്ട്. ചില നിലപാടുകൾ വിരുദ്ധമായി വന്നുവെന്ന് തോന്നുന്നു. അല്ല, ചില നിലപാടുകൾ വോട്ട് കിട്ടുന്നതും കിട്ടാത്തതും നിലപാടുകളുടെ ഏറ്റക്കുറച്ചിലുകൾ ഞാൻ കാണാറില്ല. നമ്മൾ ചില നിലപാടുകൾ എടുക്കുമ്പോൾ ജനങ്ങൾ തിരസ്കരിക്കുന്നു എന്നുള്ളത് അവരെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണ്. രാഷ്ട്രീയത്തിൽ തോൽക്കുന്നതും ജയിക്കുന്നതും എപ്പോഴും ശരിയും എപ്പോഴും തെറ്റുമാവില്ല. വേങ്ങരയിലെ ഈ വിജയം വലിയ ആത്മവിശ്വാസം നൽകുന്നു. ഇനി മന്ത്രിസഭയിലൊക്കെ അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് അനൂപ് ചീക്കോടിൻ്റെ ജംഷീർ കൊടിഞ്ഞ് മീഡിയ.